നമ്മൾ യൂട്യൂബിൽ ഏതൊരു വീഡിയോ കാണുമ്പോഴും ഓൺലൈൻ കോഴ്സുകളുടെ പരസ്യവും പ്രൊമോഷനും ഒക്കെ കാണാറുണ്ട്. സിനിമാ താരങ്ങളും മറ്റുമാണ് വലിയ വലിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും പരസ്യത്തിൽ പഠിക്കാനുള്ള എളുപ്പ വഴികളെപ്പറ്റി സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പല വിദ്യാർത്ഥികളും ചാടിക്കയറി ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യും. പക്ഷേ പഠിച്ചു തുടങ്ങുമ്പോഴാണ് ഇത് വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ 90% സമയവും നമ്മൾ സ്കൂളിലിരുന്നോ കോളേജിലിരുന്നോ ട്യൂഷൻ ക്ലാസ്സിലിരുന്നോ ആണ് പഠിക്കുന്നത്. പരീക്ഷയാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഒറ്റയ്ക്കിരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്യാൻ സമയം കിട്ടുന്നത്. ആ സമയത്ത് ഇരുന്ന് പഠിക്കുക എന്നത് ഏറെ പ്രയാസമുള്ള ഒരു കാര്യമായി തോന്നാം. നമുക്ക് തോന്നുന്ന സംശയങ്ങൾ തീർക്കാൻ കുറേ സമയം വേണ്ടിവരും. പിന്നെ നമുക്ക് മടുപ്പും മടിയും ക്ഷീണവും ഒക്കെ തോന്നും. പക്ഷേ ഇതൊക്കെ മാറ്റിവെച്ച് ഓരോ ദിവസവും 10 മണിക്കൂറിൽ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ സഹായിക്കുന്ന ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്പർ 1, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ഉണ്ടെന്ന് കരുതുക. സാധാരണഗതിയിൽ നമ്മളിൽ മിക്ക ആളുകളും കുറേ ദിവസം ഉഴപ്പി നടന്ന് പരീക്ഷയ്ക്ക് 1-2 ദിവസം മുമ്പ് മാത്രം ഇരുന്ന് എല്ലാം പഠിച്ചു തീർക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും ദിവസം 1-2 മണിക്കൂർ പോലും ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത നമ്മൾ ഈ 2 ദിവസം മുഴുവൻ ഇരുന്ന് പഠിച്ചു തീർത്തു. ഈ സമയം നമ്മുടെ എനർജി ലെവൽ, ഏകാഗ്രത എന്നിവയും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ എക്സാമിന് തൊട്ടുമുമ്പുള്ള നിങ്ങളുടെ സ്റ്റഡി ഷെഡ്യൂൾ പരിശോധിച്ചാൽ തന്നെ പഠിക്കാനുള്ള മടി മറികടക്കാനുള്ള ഒരു എളുപ്പവഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ചില ആളുകൾ പറയാറുണ്ട്, ഒരു കൊല്ലം കൊണ്ട് പഠിക്കാത്ത അത്രയും പരീക്ഷയ്ക്ക് ഒരാഴ്ച കൊണ്ട് പഠിച്ചു തീർത്തു എന്ന്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നറിയാനായി ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു ദിവസത്തെ ഏത് സമയത്താണ് നിങ്ങളുടെ എനർജി, ഫോക്കസ് എന്നിവ ഏറ്റവും ഹൈ ആയിരിക്കുന്നത് എന്ന് കണ്ടെത്തുക. ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് പുലർച്ചെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്, ചിലർക്ക് ഉച്ചയ്ക്ക്, ഇനി ചിലർക്കാകട്ടെ രാത്രി ഏറെ വൈകിയ ശേഷമാണ് പഠിക്കാനുള്ള ഉണർവ് കിട്ടുന്നത്. ഇനി ഇതിൽ ഏത് സമയത്താണ് നിങ്ങളുടെ എനർജി ഏറ്റവും കൂടുതലുള്ളത് എന്ന് താഴെ കമന്റ് ചെയ്ത് പറയുക. മറ്റുള്ളവരുടെ കമന്റ്സ് വായിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു ചെറിയ ഞെട്ടലുണ്ടാവും. ഈ സമയത്തൊക്കെ ആരെങ്കിലും ഇരുന്ന് പഠിക്കുമോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഫോക്കസ്ഡായി ഇരിക്കാൻ പറ്റിയ സമയം ഏതെന്ന് മനസ്സിലാക്കി ആ സമയം പഠിക്കാനായി മാറ്റിവെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. ബാക്കി സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇത് ശീലമാക്കിയാൽ നിങ്ങൾക്ക് പഠനത്തിൽ മുമ്പിലെത്താൻ കഴിയും. പക്ഷേ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. നിങ്ങളുടെ നല്ലതും മോശവുമായ ശീലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുന്ന ഒരു മികച്ച സെൽഫ് ഹെൽപ്പ് ബുക്കാണ് ദ പവർ ഓഫ് ഹാബിറ്റ്. പഠിക്കുന്നതിനിടയിൽ ബുക്ക് വായിക്കാൻ സമയമില്ലല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം കുക്കു FM എന്ന ഓഡിയോ ബുക്ക് ആപ്പ് വഴി ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല ബുക്സ് മലയാളത്തിൽ തന്നെ ഓഡിയോ ബുക്കായി കേൾക്കാൻ കഴിയും. ഇത് വെറുതെ ബസ്സിലിരിക്കുന്ന സമയത്തും പഠിച്ച് ക്ഷീണിച്ച് ബ്രേക്ക് എടുക്കുന്ന സമയത്തുമൊക്കെ ഫോണിലൂടെ കേൾക്കാം. പഠിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നല്ല ബുക്സ് കേൾക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കേൾക്കേണ്ട മറ്റൊരു ബുക്കാണ് ദ ടോപ്പ് 10 റൂൾസ് ഫോർ സക്സസ്. കാരണം പഠിച്ച് പരീക്ഷ പാസ്സായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിത വിജയം ഉറപ്പാക്കാനാവില്ല. അതിന് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അറിവ് വേണം. ഇത് കൂടാതെ ഒട്ടനവധി മികച്ച നോവൽസും കുക്കു FM ആപ്പ് വഴി ലഭ്യമാണ്. കുക്കു FM ആപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാലന്റൈൻസ് ഡേ സെയിൽസിന്റെ ഭാഗമായി ഫെബ്രുവരി 12 മുതൽ 16 വരെ കുക്കു FM സബ്സ്ക്രിപ്ഷനിൽ 60% ഓഫർ ലഭിക്കാനായി LOVE60 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഏറ്റവും പ്രയാസമുള്ള പാഠം പിന്നെ പഠിക്കാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന ശീലം എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആദ്യം പഠിക്കാനാവും ഇഷ്ടം. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത ചാപ്റ്റർ വീണ്ടും വീണ്ടും മാറ്റിവെച്ച് അവസാനം അത് പഠിച്ചു തീർക്കാൻ സമയമില്ലാതെ വരും. അതുകൊണ്ട് അത് ആദ്യം തന്നെ പഠിച്ചു തീർക്കുക. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്തു തീർത്താൽ പിന്നെ എളുപ്പമുള്ളത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും മടി തോന്നില്ല. ഈ ഒരു അപ്രോച്ചാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഇതൊരു തവളയെ തിന്നും പോലെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. പക്ഷേ ഏറ്റവും വിഷമം പിടിച്ച ടോപ്പിക് ആദ്യം പഠിച്ചാൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയും പിന്നെയുള്ള ഭാഗങ്ങൾ അനായാസം പഠിച്ചു തീർക്കാൻ കഴിയുകയും ചെയ്യും. ഒരു ദിവസം 10 മുതൽ 12 മണിക്കൂർ നേരം പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ കണ്ടു കാണും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ ദിവസം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പഠിക്കുമ്പോൾ മടിയും ക്ഷീണവും ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ അവർ അതിനെ മറികടക്കാനായി ഏറ്റവും ക്ഷീണം തോന്നുന്ന സമയത്ത് ഏറ്റവും എളുപ്പമുള്ള ഇഷ്ടമുള്ള ഒരു ടോപ്പിക് പഠിച്ച് ടൈം മാനേജ് ചെയ്യും. പിന്നെ ക്ഷീണം മാറുമ്പോൾ മറ്റ് ടോപ്പിക്സ് പഠിക്കും. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ടൈം കൂട്ടി കൂടുതൽ ഭാഗം ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയും. നമ്പർ 4, ഈറ്റ് ഹെൽത്തി ഫുഡ്. പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വിശപ്പും ദാഹവും ഒക്കെ തോന്നും. പക്ഷേ ഈ സമയം വാരി വലിച്ച് ഒരുപാട് ആഹാരം കഴിച്ചാൽ നിങ്ങൾക്ക് ഉറക്കം വരും. കാരണം കഴിച്ച ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി ശരീരത്തിന് കൂടുതൽ എനർജി ചെലവാക്കേണ്ടി വരും. പിന്നെ പഠനം ശരിക്കും നടക്കില്ല. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് പിസ്സ അല്ലെങ്കിൽ മറ്റ് ഫാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യുന്ന ശീലം ഉപേക്ഷിക്കുക. വീട്ടിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ആഹാരം മാത്രം കഴിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ്,
നേന്ത്രപ്പഴം, ആപ്പിൾ, ഡാർക്ക് ചോക്ലേറ്റ്, പുഴുങ്ങിയ മുട്ട, വേവിച്ച പച്ചക്കറി, ഹൈ ഫൈബർ പ്രോട്ടീൻ ബാർസ് എന്നിവ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് സ്നാക്സായി കഴിക്കാൻ കഴിയും. ഇത് കഴിക്കുമ്പോൾ വിശപ്പ് മാറുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ട എനർജി, ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസ് എന്നിവ ധാരാളമായി കിട്ടും. പക്ഷേ ഈ ആഹാരങ്ങളും ആവശ്യത്തിന് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ലഘുവായ ഭക്ഷണവും അമിതമായി കഴിച്ചാൽ നിങ്ങൾക്ക് ഉറക്കം വരും. നമ്പർ 5, പവർ നാപ്പ്. അവസാനത്തെ ടിപ്പ് പഠിക്കുന്നതിനിടയിൽ കുറച്ചു നേരം പവർ നാപ്പ് എടുക്കാനായി മാറ്റിവെക്കുക. കാരണം ഒറ്റ ഇരിപ്പിന് 10 മുതൽ 12 മണിക്കൂർ വരെ പഠിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോകും. അതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിന് ആവശ്യത്തിന് വിശ്രമം കിട്ടാൻ പഠിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സമയം അരമണിക്കൂർ ഉറങ്ങുക. ഇങ്ങനെ പവർ നാപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ റീഫ്രഷ് ആവും. കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാനുള്ള എനർജിയും കിട്ടും. ഈ പറഞ്ഞ 5 ടിപ്സ് ദിവസവും കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും.